ഗുരുവായൂർ ഏകാദശിയോടനുബന്ധിച്ചുള്ള ഉദയാസ്തമന പൂജ ആചാരങ്ങൾ അതേപടി തുടരേണ്ടതായിരുന്നുവെന്ന് സുപ്രീം കോടതി. ഹർജിയിൽ സുപ്രീം കോടതി ദേവസ്വം ഭരണസമിതിക്ക് നോട്ടീസ് അയച്ചു. പൂജയുടെ പട്ടിക അതേപടി നിലനിർത്താൻ കോടതിയുടെ നിർദ്ദേശം. ഉദയാസ്തമന പൂജ മാറ്റിയതിനെതിരെയായിരുന്നു ഹർജി. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണനൊപ്പം ചേർന്നു. ജിഷ്ണു, ഭക്തരുടെ വിശ്വാസികളുടെ വിജയം അല്ലേ? വൃശ്ചിക മാസ ഏകാദശിയിൽ ഉദയാസ്തമന പൂജ മാറ്റിയതുമായി ബന്ധപ്പെട്ടായിരുന്നുള്ള ഹർജിയാണ് സുപ്രീം കോടതിയിൽ എത്തിയത്. ഈ ഹർജി പരിഗണിക്കവെയാണ് കൃഷ്ണരാജ് ചൂണ്ടിക്കാട്ടിയതുപോലെ ഭക്ത സമൂഹത്തിന് അനുകൂലമായിട്ടുള്ള അല്ലെങ്കിൽ ആചാരങ്ങൾ പാലിക്കണം എന്നുള്ളൊരു നിർദ്ദേശം സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. ഹർജിയിൽ ഗുരുവായൂർ ദേവസ്വത്തിന് സുപ്രീം കോടതി നോട്ടീസ് നൽകിയിട്ടുണ്ട്. സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടിയ കാര്യങ്ങൾ: ഒന്ന്, ആചാരങ്ങൾ അതേപടി പാലിക്കേണ്ടതായിരുന്നു. ഒപ്പം നിലവിൽ പൂജയുമായി ബന്ധപ്പെട്ട നിലവിലുള്ള പട്ടിക നിലനിർത്താനും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഗുരുവായൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷവുമായി ബന്ധപ്പെട്ട ആചാരവുമായി ബന്ധപ്പെട്ടാണ് വീഴ്ച ഗുരുവായൂർ ദേവസ്വത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. ഈ ഏകാദശിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഉദയാസ്തമന പൂജ മാറ്റിയതിൽ ഗുരുവായൂർ ദേവസ്വം ഇടപെട്ടുകൊണ്ട് അത്തരത്തിൽ കാര്യം ചെയ്തെങ്കിലും അതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഭക്തരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിലേക്ക് എത്തിയിട്ടുള്ളത് പുഴക്കര ചേനാസില്ലത്തെ അംഗങ്ങളാണ്. അതായത് ഈ ഗുരുവായൂരിലെ പൂജാ തന്ത്രികളിൽ ഇടപെടുന്ന, അതിന് നേതൃത്വം നൽകുന്ന ഇല്ലത്തെ അംഗങ്ങളാണ് സുപ്രീം കോടതിയിലേക്ക് എത്തിയിട്ടുള്ളത്. സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് അഭിഭാഷകൻ മുഖേന കോടതിക്ക് മുൻപിലേക്ക് എത്തിച്ചിട്ടുള്ള വിഷയം: വൃശ്ചിക മാസത്തിലെ ഏകാദശി നാളിലെ ഉദയാസ്തമന പൂജ തുലാം മാസത്തിലെ ഏകാദശി നാളിൽ നടത്താനാണ് ഗുരുവായൂർ ദേവസ്വം ഇപ്പോൾ തീരുമാനിച്ചത്. അതായത് കഴിഞ്ഞ ദിവസം നൽകിയ ഹർജിയിലാണ് ഇന്നത്തെ ഉദയാസ്തമന പൂജയുമായി ബന്ധപ്പെട്ട വിഷയം ചൂണ്ടിക്കാട്ടിയത്. അത് ഒന്ന്, ദേവഹിതത്തിന് എതിരാണ്. രണ്ട്, ആചാരങ്ങൾക്ക് എതിരാണ്. അത്തരത്തിൽ പൂജകൾ മാറ്റണമെങ്കിൽ അഷ്ടമംഗല്യ പ്രശ്നം വെക്കേണ്ടതുണ്ട്. ഇതൊന്നും ചെയ്യാതെ ഇത്തരത്തിലൊരു തീരുമാനമെടുത്തത് ആചാരങ്ങൾ ലംഘിക്കുകയും ദേവഹിതത്തിന് എതിരാണ് എന്നുള്ള വാദമാണ് സുപ്രീം കോടതിക്ക് മുൻപാകെ ഈ പുഴക്കര ചേനാസില്ലത്തെ അംഗങ്ങൾ അഭിഭാഷകൻ മുഖേന അറിയിച്ചിട്ടുള്ളത്. ഇന്നലെ തന്നെ ഹർജി പരിഗണിക്കണമെന്നൊരു ആവശ്യം മുൻപോട്ട് വെച്ചെങ്കിലും ചീഫ് ജസ്റ്റിസ് ഇന്നത്തേക്ക് കേസ് പരിഗണിക്കാം എന്നുള്ളതാണ് അറിയിച്ചത്. ഇന്ന് കേസ് പരിഗണിക്കുമ്പോഴാണ് സുപ്രധാനമായ നിരീക്ഷണം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നിലവിൽ പാലിച്ചു വന്നിരുന്ന ആചാരങ്ങൾ അതേപടി മുൻപോട്ട് കൊണ്ടുപോകേണ്ടതായിരുന്നു എന്ന ഗുരുവായൂർ ഏകാദശിയോടനുബന്ധിച്ചുള്ള ഉദയാസ്തമന പൂജാ ആചാരങ്ങൾ അതേപടി തുടരേണ്ടതായിരുന്നുവെന്ന് സുപ്രീം കോടതി. പൂജയുടെ പട്ടിക അതേപടി നിലനിർത്താനാണ് കോടതിയുടെ നിർദ്ദേശം. ഭക്തരുടെ വിജയം, വിശ്വാസികളുടെ വിജയം. വിവരങ്ങൾ നൽകുകയായിരുന്നു ജിഷ്ണു കൃഷ്ണൻ.